ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാഫിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ്. അതിൽ എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്സ് നമുക്കറിയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഒത്തിരി സ്റ്റെപ്സ് പെർഫോം ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഈ സ്റ്റെപ്സ് ഏതൊക്കെയാണ് നോക്കാം. ഏകദേശം 8ഓളം സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ 4 സ്റ്റെപ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. ജോബ് അനാലിസിസ്, മാൻ പവർ പ്ലാനിങ്, സെലക്ഷൻ, ട്രെയിനിങ്. ഈ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ജോലിയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. അപ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ട്. അതിനുവേണ്ടി 2 ഡോക്യുമെൻ്റ് തയ്യാറാക്കണം. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, വേറൊന്ന് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തയ്യാറാക്കുന്നതാണ് വാസ്തവത്തിൽ ജോബ് അനാലിസിസിൻ്റെ ഉള്ളിൽ വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്ര വേക്കൻസി ഉണ്ട്, ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ് വേണ്ടത്, എത്ര നമ്പർ ഓഫ് വേക്കൻസിയാണ് വേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് മാൻ പവർ പ്ലാനിങ്ങിൽ അറിയുന്നത്. എത്ര ആൾക്കാരെ വേണം എന്നുള്ളതും ഏതേത് ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് വേണ്ടതെന്നുള്ളതും. മൂന്നാമത്തത് അവരിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുക. റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് അറിയിക്കുക, അവരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുക റിക്രൂട്ട്മെൻറ്റ്. ദെൻ അത് കഴിഞ്ഞ് റിക്രൂട്ട്മെൻറ്റിലൂടെ വന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആദ്യം ജോബ് അനാലിസിസ് നോക്കാം. ജോബ് അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലാണ്, അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യലാണ്. അതായത് ജോലിക്കാരൻ എന്താ ചെയ്യേണ്ടത്, അയാൾ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യേണ്ടത്, എന്തിനാണ് ആ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. ഈ ജോബ് അനാലിസിസിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണ്? ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഒന്ന് ജോബ് സ്പെസിഫിക്കേഷനുമാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പർട്ടിക്കുലർ ജോബ്. ആ ജോബിൻ്റെ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ജോബിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇനി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോബിന് എന്ത് പേരാണ് വിളിക്കുന്നത്. ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ്, മെഷീനിസ്റ്റ് ആണെങ്കിൽ മെഷീനിസ്റ്റ്, ആ ജോബ് ടൈറ്റിൽ. ഇനി റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അയാൾ നിർവഹിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം മെഷീനറി, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വർക്കിംഗ് അവേഴ്സ് എത്രയാണ് അയാൾക്ക് ഉണ്ടാവുക, വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻ എങ്ങനെയാണ്, റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്സ്, മറ്റ് ജോലികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ. ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സ്പെസിഫൈസ് ദ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മിനിമം ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ദ ജോബ്. ആ ജോബിന് വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഈ 2 ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യലാണ് വാസ്തവത്തിൽ ജോബ് അനാലിസിസിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻ പവർ പ്ലാനിംഗ് ആണ്. മാൻ പവർ പ്ലാനിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആൾ വേണം, ഏതൊക്കെ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് വേണ്ടത്, അതായത് നമ്പറും ക്വാളിറ്റിയും, അതാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്, ശരിയായ ജോലിക്ക് ശരിയായ ആളെ കിട്ടുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മാൻ പവർ പ്ലാനിങ് വാസ്തവത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. അതായത് നമുക്ക് വേണ്ടുന്ന ആൾക്കാർ എത്ര പേര് വേണമെന്നുള്ളത് അവരെ കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഏർപ്പാടാണ് മാൻ പവർ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റിക്രൂട്ട്മെൻറ്റാണ്. ഈ മാൻ പവർ പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ചൊക്കെ ധാരണ, ഇത്ര സ്റ്റാഫ് വേണം, ഇന്ന ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരണയായാൽ നമുക്ക് പത്രപരസ്യം കൊടുക്കാം. ഇത്ര സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട്, ഇന്ന ക്വാളിറ്റിയുള്ള ആൾക്കാരൊക്കെ, ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടതെന്ന് പത്രപരസ്യം കൊടുക്കാം. റിക്രൂട്ട്മെൻറ്റ് പത്രപരസ്യം മാത്രമല്ല, റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഇൻറ്റേർണൽ അകത്തു നിന്നും ആളെ കണ്ടെത്താം, പുറത്തു നിന്നും കണ്ടെത്താം, ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നും കണ്ടെത്താം, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും കണ്ടെത്താം. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഒരു താഴെയുള്ള ലോവർ പൊസിഷനിലുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്ത് ആ വേക്കൻസിയിലേക്ക് പ്രൊമോട്ട് ചെയ്താലും മതി. അതാകുമ്പോൾ കുറേ കൂടി നല്ല കാര്യമാണ്. നമുക്ക് പരിചയമുള്ള, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അയാൾക്ക് അതിനുള്ള ബാക്കി എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ. ഇനി അല്ലെങ്കിൽ പ്രൊമോഷൻ ഒരു സോഴ്സാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങോട്ടേക്ക് ഈ വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ പല വഴികളുണ്ട്. അതൊക്കെ ഇൻറ്റേർണൽ ആയിട്ട് തന്നെ നമ്മൾ വേക്കൻസി ഫില്ല് ചെയ്യുന്ന രീതികളാണ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് എംപ്ലോയ്മെൻറ്റ് ഡാറ്റാ ബാങ്കിനെ അറിയിക്കുക, ലേബർ യൂണിയനുകളെ അറിയിക്കുക, അല്ലെങ്കിൽ പത്രപരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പരസ്യം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആളെ കണ്ടെത്തുന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റൊരു വഴി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഇനി അതുകൂടാണ്ട് സെലക്ഷനാണ്. ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് ഈസ് ഓവർ, റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെലക്ഷനാണ് ആരംഭിക്കുക. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് ഏബിൾ കാൻഡിഡേറ്റ്സ് ഫ്രം എമംഗ് ദ ആപ്ലിക്കൻസിൻ്റെ ഇടയിൽ നിന്ന് ഏറ്റവും ഏബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്ന ഏർപ്പാടാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ സ്ക്രീനിങ് ആൻഡ് ടെസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സിനെ സ്ക്രീൻ ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദി സെലക്റ്റഡ് മെമ്പേഴ്സ് മസ്റ്റ് ബി ഫിറ്റ് ഫോർ ദ ജോബ്. ഈ സെലക്റ്റഡ് മെമ്പേഴ്സ് തീർച്ചയായിട്ടും ജോലിക്ക് നന്നായിട്ട് ഫിറ്റായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ നിർബന്ധമുണ്ട്. പ്രോപ്പർ സെലക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ എഫിഷ്യൻസിയാണ് കൂടുക, കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുക.
അപ്പോൾ സെലക്റ്റഡ് ഇൻഡിവിജ്വൽസ് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം എന്ന കാര്യമാണ് അവിടെ പ്രധാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും ഇതിനകത്ത് വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്: ജോബ് അനാലിസിസ്, മാൻ പവർ പ്ലാനിങ്, ദെൻ റിക്രൂട്ട്മെൻറ്റ്, അത് കഴിഞ്ഞ് സെലക്ഷൻ, അത് കഴിഞ്ഞ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ദെൻ റെമ്യൂണറേഷൻ, ദെൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇത്രയും വഴികളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇവരെ റിക്രൂട്ട് ചെയ്തു, അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അവർക്ക് പരിശീലനം കൊടുക്കണം. ദർ മസ്റ്റ് ബി ഗിവൺ ഇനഫ് ട്രെയിനിങ്. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയീസ് ടു പെർഫോം ദർ ജോബ്. അവരുടെ ജോലി ചെയ്യാൻ ആവശ്യമായ നോളജും സ്കില്ലും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഇംപ്രൂവിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ എംപ്ലോയീസ് ഫോർ പെർഫോമിങ് എ പർട്ടിക്കുലർ ജോബ് എഫിഷ്യൻ്റ്ലി. ഒരു പ്രത്യേക ജോലി കാര്യക്ഷമമായി ചെയ്യുന്നതിന് അവർക്ക് നിലവിലുള്ള നോളജിനെ ഇമ്പ്രൂവ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഇതൊക്കെ അതിനകത്ത് ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസ് അപ്രൈസലാണ് അടുത്തത്. ഇവരിങ്ങനെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ ജോലിയിലിരിക്കെ അവർ ചെയ്യുന്ന ജോലി എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, എത്രത്തോളം അപ് ടു ദ സ്റ്റാൻഡേർഡാണ്, നിലവാരത്തിനെത്തുന്നതാണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് അവരുടെ മാർക്കിടലുണ്ട്. ഒരു മൂല്യനിർണ്ണയം എന്ന് പറയും, അതിനെ അപ്രൈസൽ എന്ന് പറയും. അതിന് പ്രകടനം വിലയിരുത്തൽ, പെർഫോമൻസ് അപ്രൈസൽ എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ടാസ്ക്കായിട്ട് ഇവിടെ നമ്മൾ പറയുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ quality of work or performance of the employee and assessing his potential. അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ അളക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെരിറ്റ് റേറ്റിംഗ് ഓർ എഫിഷ്യൻസി റേറ്റിംഗ് എന്നും നമുക്കതിനെ പറയാം. ഇനി റെമ്യൂണറേഷനാണ് അടുത്ത പോയിന്റ്. ദ എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക് ഡൺ. തൊഴിലാളിക്ക് അയാൾ ചെയ്യുന്ന വർക്കിന് ആവശ്യത്തിനുള്ള പ്രതിഫലം കൊടുക്കണം എന്നുള്ളതാണ്. ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ കൊടുക്കണം. വൈൽ ഫിക്സിംഗ് ദ റെമ്യൂണറേഷൻ ഫോർ ഈച്ച് ക്ലാസ് ഓഫ് വർക്കേഴ്സ്, ഓരോ വിഭാഗം വർക്കേഴ്സിന് നമ്മൾ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാം. ദ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ഷുഡ് ബി ഇക്വിറ്റബിൾ ടു ബോത്ത് ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയീസ്. ഈ പ്രതിഫലം കൊടുക്കുമ്പോൾ അത് മുതലാളിക്കും മുതലാവുന്ന ഒരു പ്രതിഫലമായിരിക്കണം, തൊഴിലാളിക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകുകയും വേണം, മാന്യമായ പ്രതിഫലമായിരിക്കണം, അയാൾ ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന പ്രതിഫലം കിട്ടുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട്. ഇനി പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫറാണ്. അയാൾക്ക് മുതലാകുന്നില്ല, തൊഴിലാളിക്ക് ശമ്പളം മുതലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഇട്ടേച്ചു പോകും. സ്വാഭാവികമായിട്ട് കമ്പനിക്ക് അത് ദോഷം ചെയ്യും. കമ്പനി അതുവരെ ട്രെയിനിങ് കൊടുത്തൊക്കെ വേസ്റ്റ് ആകും. വീണ്ടും പുതിയ ആളെ കണ്ടെത്താൻ വേണ്ടി കമ്പനി എഫർട്ട് എടുക്കേണ്ടി വരും. സോ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊമോഷൻ ഈസ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ലെവൽ ടു ഹയർ ജോബ് ലെവൽ. ഒരു ജോബ് ലെവലിൽ നിന്ന് ഹയർ ജോബ് ലെവലിലേക്കാണ് അയാളെ നമ്മൾ മാറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാലറി വർധനവോടുകൂടി പ്രൊമോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിത്ത് ഇൻക്രീസ് ഇൻ സാലറി ഇറ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ചസ് ഇൻ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റാറ്റസ് ആൻഡ് വാല്യൂ. അങ്ങനെ പ്രൊമോഷൻ്റെ സമയത്ത് അയാളുടെ അധികാരങ്ങൾ മാറും, റെസ്പോൺസിബിലിറ്റി കൂടും, സ്റ്റാറ്റസ് പദവി മാറും, അതിൻ്റെ വാല്യൂ അയാളുടെ മൂല്യവും കൂടും. ഇനി തീർച്ചയായിട്ടും സാലറി വർധന ഉണ്ടാവുമല്ലോ. ഇനി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സാലറി വർധന ഉണ്ടാകണമെന്നില്ല. ട്രാൻസ്ഫർ ഈസ് എ മൂവ്മെൻറ്റ് വിത്തിൻ ദ സെയിം പേ സ്കെയിൽ. അതേ ശമ്പള സ്കെയിലിൽ തന്നെ അയാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നു. ഫ്രം വൺ ജോബ് ടു അനദർ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നു. എയ്തർ വിത്തിൻ ദ ഓർഗനൈസേഷൻ മീൻസ് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്കോ ഒക്കെ മാറ്റുന്നതൊക്കെ ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ ട്രാൻസ്ഫറാണ്. നമ്മളിങ്ങനെ 8 പോയിൻറ്റ്സ് ആയിട്ട് ഇത് സ്റ്റാഫിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്.